ഹായ്, അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലെ സിലിക്കൺ വാലിയിലാണ്. ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു ഇന്നലത്തെ താമസം. ഇത് മെയ് മാസമാണ്. അതുകൊണ്ട് തന്നെ വിന്ററൊക്കെ കഴിഞ്ഞുള്ള വസന്തകാലത്തെ സുഖകരമായ കാലാവസ്ഥയാണിവിടെ. ഇന്നൊരു ദിവസം മാത്രമേ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചരിത്ര നഗരത്തിന്റെ കാഴ്ചകൾ കാണുക എന്നതാണ് പ്രധാന ഉദ്ദേശം. 1776 സ്പാനിഷ് കോളനിക്കാർ എൽ പ്രസിഡിയോ ഡി സാൻ ഫ്രാൻസിസ്കോ എന്ന പേരിൽ സ്ഥാപിച്ച സാൻ ഫ്രാൻസിസ്കോ വെസ്റ്റ് കോസ്റ്റിലെ ആദ്യകാല യൂറോപ്യൻ വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. പസഫിക് തീരത്ത് കാലുറപ്പിക്കാനും മറ്റ് യൂറോപ്യൻ ശക്തികളിൽ നിന്ന് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെയും റഷ്യക്കാരെയും പ്രതിരോധിക്കാനും കാലിഫോർണിയ കോളനിവൽക്കരിക്കാനുമുള്ള സ്പെയിനിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി 1776 അവർ ഒരു ദൗത്യം സ്ഥാപിക്കുകയും സൈനിക സെറ്റിൽമെന്റ് ഉറപ്പിക്കുകയും ചെയ്തു. യർബ ബ്യൂന എന്നറിയപ്പെടുന്ന ഈ കാണുന്ന മലമുകളിൽ നിന്നായിരുന്നു സ്പാനിഷ് സ്ഥാപിച്ച സാൻ ഫ്രാൻസിസ്കോയുടെ തുടക്കമെന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് ഒഹ്ലോൺ എന്നറിയപ്പെട്ടിരുന്ന തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളാണ് ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്നത്. പരമ്പരാഗതമായി സമ്പന്നമായ സാംസ്കാരിക ഘടനയും ഒന്നിലധികം ഭാഷകളുമുള്ള അർദ്ധനാടോടി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വേട്ടക്കാരായിരുന്നു അവർ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രദേശവാസികളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച സാൻ ഫ്രാൻസിസ്കോ ഡി അസീസ് മിഷന്റെ സ്ഥാപകരായ സ്പാനിഷ് മിഷണറിമാരുടെ വരവ് സ്ഥലമാറ്റം, രോഗം, നിർബന്ധിത മതപരിവർത്തനം എന്നിവയിലൂടെ അവരുടെ പരമ്പരാഗത രീതിയിലൂടെ ജീവിത രീതിയെ തടസ്സപ്പെടുത്തി. 1821 സ്പെയിനിൽ നിന്ന് മെക്സിക്കോയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ മെക്സിക്കൻ ഭരണത്തിന് കീഴിലായി. ഇത് വർദ്ധിച്ച കുടിയേറ്റത്തിലേക്കും ഭൂമിയുടെ വിതരണത്തിലേക്കും നയിച്ചു. 1848 കാലിഫോർണിയയ്ക്കടുത്തുള്ള സ്കട്ടേഴ്സ് മില്ലിൽ സ്വർണം കണ്ടെത്തിയതോടെ ചെറിയ തുറമുഖമായിരുന്ന സാൻ ഫ്രാൻസിസ്കോ ഒരു തിരക്കേറിയ നഗരമായി മാറ്റപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അത് സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഊർജ്ജസ്വലമായ വൈവിധ്യമാർന്ന നഗരമായി മാറി. 1906 ഭൂകമ്പം പോലെയുള്ള തിരിച്ചടികൾക്കിടയിലും സാൻ ഫ്രാൻസിസ്കോ 20-21 നൂറ്റാണ്ടുകളിൽ സാങ്കേതികവിദ്യ, ധനകാര്യം, സംസ്കാരം എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുകയും വളരുകയും ചെയ്തു. 1776 ഈ പ്രദേശത്തേക്ക് ഒരു പര്യവേഷണത്തിന് നേതൃത്വം നൽകുകയും പ്രദേശത്ത് ഒരു പ്രിസിഡോയും ദൗത്യവും സ്ഥാപിക്കുകയും ചെയ്ത സ്പാനിഷ് മിഷണറി ജുവാൻ ബൗട്ടിസ്റ്റ ഡി ആൻസയിൽ നിന്നാണ് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് ഈ പേര് ലഭിച്ചത്. സ്പാനിഷ് മിഷന്റെ കേന്ദ്രമായ ഫ്രാൻസിസ്കൻ ക്രമത്തിന്റെ രക്ഷാധികാരിയായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനുള്ള ആദരസൂചകമായി അവർ ഇതിന് സാൻ ഫ്രാൻസിസ്കോ ഡി അസീസ് എന്ന് പേരിട്ടു. പിന്നീട് അത് സ്പാനിഷ് കൊളോണിയൽ ശ്രമങ്ങളിൽ അതിന്റെ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ എന്ന് ചുരുക്കത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. 1945 ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ തയ്യാറാക്കി ഒപ്പുവെച്ച യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നടന്ന സ്ഥലം എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയുമായി ഈ നഗരത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഞാനിപ്പോൾ ഫിഷർമാൻസ് വാർഫ് എന്ന സ്ഥലത്താണ്. സാൻ ഫ്രാൻസിസ്കോയുടെ നാവിക ചരിത്രത്തിൽ ആഴത്തിലുള്ള വേരുകൾ ഉറപ്പിച്ചിട്ടുള്ള ഫിഷർമാൻസ് വാർഫ് ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു തിരക്കേറിയ മത്സ്യബന്ധന ഗ്രാമമായി ആരംഭിച്ച ഈ പ്രദേശം വികസിപ്പിക്കുന്നതിൽ ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. നഗരത്തിലെ മത്തി, ഞണ്ട് പോലുള്ള മത്സ്യബന്ധന വ്യവസായത്തിന്റെ ഒരു കേന്ദ്രമായിരുന്ന ഈ തുറമുഖം ഈ പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പഴയ കടൽപ്പാലങ്ങൾ, ചരിത്രപ്രധാനമായ പായ്ക്കപ്പലുകൾ, സമുദ്ര മ്യൂസിയങ്ങൾ എന്നിവ പഴയ നഗരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന ഉദാഹരണങ്ങളാണ്. കാലക്രമേണ ഫിഷർമാൻ വാർഫ് അതിന്റെ ചരിത്രപരമായ ചാരുത നിലനിർത്തിക്കൊണ്ട് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി പരിണമിച്ചു.
പരിപാലിക്കുന്ന ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായ ചരിത്രപരമായ സ്ട്രീറ്റ് റാമുകൾ നഗരത്തിന്റെ ഭൂതകാലത്തിലേക്ക് മനോഹരമായ ഒരു കാഴ്ച നൽകുന്നു. സൂക്ഷ്മമായി പരിപാലിക്കുന്ന ഈ സ്ട്രീറ്റ് കാറുകൾ ചടുലമായ പുറം ഭാഗങ്ങളും ക്ലാസിക് ഡിസൈനുകളും കൊണ്ട് ആകർഷകമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഓടിത്തുടങ്ങിയ ചില ട്രാമുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നുള്ളത് അതിശയമാണ്. ഈ ട്രാമിലെ യാത്ര സാൻ ഫ്രാൻസിസ്കോയുടെ സമ്പന്നമായ ഭൂതകാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര സമ്മാനിക്കുന്നു. ലോകത്തിലെ അവസാനത്തെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ കേബിൾ കാർ സംവിധാനം ഈ നഗരത്തിന്റെ പ്രതീകവും ഒരു ജനപ്രിയ ആകർഷണവുമാണ്. ഫിഷർമാൻസ് വാർഫിലൂടെ ഓടുന്ന വിന്റേജ് തടി ബെഞ്ചുകളും ചരിത്രപരമായ യൂണിഫോം ധരിച്ച കണ്ടക്ടർമാരുമുള്ള 19-ാം നൂറ്റാണ്ടിലെ ഈ ക്ലാസിക് കേബിൾ കാറുകൾ നഗരത്തിന്റെ കയറ്റങ്ങളിലൂടെയും ചരിത്രപരമായ തെരുവുകളിലൂടെയും സഞ്ചരിക്കുന്നു. പരമ്പരാഗത കേബിൾ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രിപ്പ് മെക്കാനിസത്തിലൂടെ കാറുകളെ ട്രാക്കിലൂടെ വലിക്കുന്ന ഒരു ഭൂഗർഭ കേബിൾ സംവിധാനമാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. ഏകദേശം 150 വർഷം മുമ്പ് കണ്ടുപിടിച്ച ഒരു ദേശീയ അടയാളമായ ഈ കേബിൾ കാറുകൾ ഇന്നും ടിപ്പ് ടോപ്പ് കണ്ടീഷനിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. നിരവധി മഴവില്ലിന്റെ നിറത്തിലുള്ള പതാകകൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ? സാൻ ഫ്രാൻസിസ്കോയുടെ ചരിത്രപരവും ഊർജ്ജസ്വലവുമായ LGBTQ+ ഹബ്ബായ കാസ്ട്രോ എന്ന സ്ഥലമാണിത്. LGBTQ എന്നാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, വിചിത്ര സ്വഭാവമുള്ളവർ, മറ്റ് ലൈംഗിക ആഭിമുഖ്യങ്ങളും ലിംഗവ്യക്തിത്വങ്ങളും എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. 1960 മുതൽ സ്വവർഗാനുരാഗികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ഒരു കേന്ദ്രമായ സ്ഥലം റെയിൻബോ പതാകകളും ചുവർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1978 ആദ്യമായി പറത്തിയ റെയിൻബോ ഫ്ലാഗ് ഈ സമൂഹത്തിന്റെ അഭിമാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതിന്റെ ഓരോ നിറവും ജീവൻ, രോഗശാന്തി, സൂര്യപ്രകാശം, പ്രകൃതി, ഐക്യം, ആത്മാവ് തുടങ്ങിയ വശങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. 1960 മുതൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കൽ പോലുള്ള സുപ്രധാന നാഴികക്കല്ലുകൾക്കും LGBTQ അവകാശങ്ങൾക്കുമായി വാദിക്കുന്നതിൽ സാൻ ഫ്രാൻസിസ്കോ മുൻപന്തിയിലാണ്. ഇതാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആസ്ഥാനമായ സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഹാൾ. ഏകദേശം 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സിറ്റി ഹാളും അനുബന്ധ കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ആർക്കിടെക്ട് ആർതർ ബ്രൗൺ ജൂനിയർ രൂപകൽപ്പന ചെയ്ത് 1915 പൂർത്തിയാക്കിയ ഈ വാസ്തുവിദ്യാ വിസ്മയം നഗരത്തിന്റെ ശാശ്വതമായ ചാരുതയുടെയും പ്രതിരോധ ശേഷിയുടെയും മഹത്തായ പ്രതീകമാണ്. 307 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ അതിശയകരമായ താഴികക്കുടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്വതന്ത്രമായി നിൽക്കുന്ന താഴികക്കുടങ്ങളിൽ ഒന്നാണ്. 1906 ഭൂകമ്പത്തിൽ തകർന്ന പഴയ സിറ്റി ഹാളിന് പകരം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ കെട്ടിടം. സിറ്റി ഹാളിന്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ബിൽ ഗ്രഹാം സിവിക് ഓഡിറ്റോറിയം ഒരു വിശാലമായ തുറസായ സ്ഥലമാണ്. പതിറ്റാണ്ടുകളായി കച്ചേരികളും കൺവെൻഷനുകളും മുതൽ രാഷ്ട്രീയ റാലികളും കമ്മ്യൂണിറ്റി സമ്മേളനങ്ങളും വരെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് ഇത് ആതിഥേയം വഹിച്ചിട്ടുണ്ട്. പ്ലാസയുടെ മധ്യഭാഗത്ത് കൂടി മനോഹരമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ലണ്ടൻ പ്ലെയിൻ മരങ്ങൾ നിറഞ്ഞ 2 ഇടനാഴികൾ ഈ പൊതുസ്ഥലത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഞാൻ കണ്ട് അതിശയിപ്പിക്കുന്ന ഒരു ശില്പമാണിത്. അമേരിക്കൻ കലാകാരനായ ജോർജ് റിക്കി നിർമ്മിച്ച ഇതിന്റെ പേര് LL എക്സെൻട്രിക് ഗൈറൈറ്ററി എന്നാണ്. കാറ്റിനൊപ്പം മനോഹരമായി ചലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഇന്റർലോക്ക് ചെയ്ത 2 L ഷേപ്പിലുള്ള ഘടകങ്ങളാണ് ഇതിന്റെ സവിശേഷത. സിവിക് സെന്ററിന് സമീപം സ്ഥിതി ചെയ്യുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ പ്രധാന ലൈബ്രറി ഒരു വാസ്തുവിദ്യാ സാംസ്കാരിക നാഴികക്കല്ലാണ്. ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരം, ഡിജിറ്റൽ ഉറവിടങ്ങൾ, പ്രാദേശികവും ചരിത്രപരവുമായ രേഖകളുടെ പ്രശസ്തമായ ശേഖരം ഉൾപ്പെടെയുള്ള പ്രത്യേക ആർക്കൈവുകളുണ്ട്. നിരവധി പഠന മേഖലകൾ നിറഞ്ഞ ഈ ലൈബ്രറി നഗരത്തിന്റെ അറിവ്, സംസ്കാരം, പൊതുസേവനം എന്നിവയോടുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു.
ഫിഷർമാൻസ് വാർഫിന് സമീപമുള്ള റഷ്യൻ ഹിൽ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ലൊംബാർഡ് സ്ട്രീറ്റ് ക്രൂക്കഡസ്റ്റ് സ്ട്രീറ്റ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജനപ്രീതി ആർജിച്ച തെരുവിലെ ഷാർപ്പായിട്ടുള്ള 8 ഹെയർപിൻ വളവുകളാണ് ഇതിനെ സവിശേഷവും മനോഹരവുമായ ഒരു ലാൻഡ്മാർക്കാക്കി മാറ്റുന്നത്. വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം കുത്തനെയുള്ള കയറ്റം കുറയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂമത്തകൾക്കും വിക്ടോറിയൻ ശൈലിയിലുള്ള വീടുകൾക്കും ഈ തെരുവ് പ്രശസ്തമാണ്. സാൻ ഫ്രാൻസിസ്കോ നഗരം, ഗോൾഡൻ ബ്രിഡ്ജ്, അൽക്കാട്രസ് ജയിൽ എന്ന ഈ 2 ചരിത്ര സ്മാരകങ്ങളിലാണ് ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.